നമുക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എഐയിൽ എന്തൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നല്ലേ. നമുക്ക് ഇന്ന വെർട്ടിക്കുകളിൽ കൂടെയാണ് ഇതിന് സംസാരിക്കുന്നത്. ഇതിന് ഒരു ബാക്കിൽ എല്ലാം അതിനെ ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടന്റ്സുകൾ റിപ്ലൈ കിട്ടും. 7 ഒരാള് ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടി അവൈലബിൾ ആവാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഓക്കെ, ഇന്ന വിഷയത്തെ കുറിച്ചുള്ള ചോദ്യത്തിലാണ് കുട്ടികൾക്ക് ഇന്ന പ്രശ്നം വന്നത്. അത് നമുക്ക് കിട്ടുമ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി ക്ലാരിറ്റി ചെയ്യുന്ന രീതിയിലേക്കുള്ള ലൈവ് സെക്ഷൻസും സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഇവര് ഈ ക്ലാസ്സിലേക്കുള്ള ജോയിനിങ് ഒക്കെ വരിക. ആ ടൈമിൽ റെക്കോർഡിംഗ് സെക്ഷൻസ് ഒക്കെയാണ് അവർ കാണുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മൾ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിനെ കുറിച്ചും ആർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും, ഇതിന്റെ കോസ്റ്റ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അന്ന് നമ്മൾ പറഞ്ഞൊരു ഫീച്ചറാണ് AI ഇന്റഗ്രേഷൻ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ AI ഇന്റഗ്രേഷൻ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ഇതിൽ ഈ ഒരു ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനൊരു സോഫ്റ്റ്വെയറിൽ നമുക്ക് AIന്റെ എന്തൊക്കെ ഇന്റഗ്രേഷൻസ് കൊണ്ടുവരാൻ പറ്റും? നമുക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എഐയിൽ എന്തൊക്കെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നല്ലേ. എഐയിൽ നമുക്ക് ഒന്ന് ചാറ്റ് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാം. AI ചാറ്റ് ബോട്ട് പോലെ നമ്മളൊരു ഓൺ ചാറ്റ് എന്നുള്ള രീതിയിലേക്ക് ചാറ്റ് ബോട്ടിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു AI ചാറ്റ് ബോട്ടിനെ അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അതിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്ന വെർട്ടിക്കുകളിൽ കൂടെയാണ് ഇതിന് സംസാരിക്കുന്നത്. ഇതിന് ഒരു ബാക്കിൽ എല്ലാം അതിനെ ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടന്റ്സുകൾ റിപ്ലൈ കിട്ടും. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒരു 24 hours ഡൗട്ട് ക്ലിയറൻസിനായിട്ട് നമ്മൾ തയ്യാറായിട്ടുള്ള നമ്മുടെ AI ചാറ്റ് സിസ്റ്റം ഇവിടെ ഉണ്ടാവും. പല പ്ലാറ്റ്ഫോമിലും നമ്മൾ കാണാറുണ്ട് ഒരു അവരുടേതായ ഒരു പേരിൽ ഒരു ട്യൂട്ടറൊക്കെ പോലെ ഒരാള് സിസ്റ്റം. ആ ഒരു രീതിയിലേക്ക് നമുക്ക് അതിനുള്ള പ്ലാൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ ട്രെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഈ ട്രെയിനിങ് വരുന്നത്? ട്രെയിൻ ചെയ്യുന്നത് നമ്മൾക്ക് അതിൽ തന്നെ കുറച്ച് ഫീച്ചേഴ്സുകളുണ്ട്. അതിനെ നമുക്ക് ചിലപ്പോൾ നമ്മളെ വിഷയം മാറി വേറെ ഇതിലേക്ക് പോകും. ഇപ്പോൾ എക്സ്റ്റേണൽ വിഷയത്തെ കുറിച്ചും എയിലേക്ക് അറിയാം. പക്ഷെ നമ്മളെ ബിസിനസ്, ഇപ്പോൾ നമ്മളെ ബിസിനസ്സും നമ്മുടെ ടീച്ചിങ് രീതി എങ്ങനെയൊക്കെയാണോ അതിനനുസരിച്ച് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ അതിലേക്കുള്ള കീവേഡ്സുകൾ കറക്റ്റായിട്ട് കൊടുക്കുക, അതിനെ ബോർഡറൈസ് ചെയ്യുക, എത്രയിൻ്റെ അപ്പുറത്തേക്ക് ഇതിന് പോകാൻ പാടില്ല. അതെ, ആ ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങൾ അതിനെ സെറ്റ് ചെയ്ത് അലൈൻ ചെയ്ത് അതിനെ ട്രെയിൻ ചെയ്തെടുക്കുക. പിന്നെ ഇതിനെ ട്രെയിൻ ആവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നുള്ള ഒരു പോലെ നാളെ ദിവസം മാറിക്കൊണ്ടേയിരിക്കും. കാരണം ചോദ്യങ്ങൾ അതിനനുസരിച്ച് ഇങ്ങനെ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. ക്വസ്റ്റ്യൻസ് കിട്ടുന്നതനുസരിച്ച് അത് ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. അത് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇതിൽ കൂടുതൽ സ്റ്റുഡൻസ് ഇത് യൂസ് ചെയ്യുന്നിടത്തോളം അത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനുള്ള ഒരു ആൻസറിന്റെ ഒരു ക്ലാരിറ്റി ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഒരുപാട് ഈ APIs അവൈലബിൾ ആണ് AI-യുടെ. അപ്പൊ ഇത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ചെയ്യുന്നത് ബെറ്റർ ആണ്. ഒന്ന് ചിലപ്പോൾ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അവരിൽ ഓൾറെഡി ഒരു ഡാറ്റാബേസ് ഓഫ് ബണ്ടിൽസ് ഉണ്ടാവും. അതിനേക്ക് അതിൻ്റെ രീതിയിലേക്ക് നമ്മൾ ട്രെയിനിങ് കൂടി വരുമ്പോൾ ആ ഒരു ബോർഡറിങ് അതിന് കറക്റ്റ് ആയിട്ട് ആ ഷേപ്പിൽ നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് മെയിൻലി ചെയ്യാം. മൊത്തം ഈ എന്താ പറയാ ഇന്റർനെറ്റിലുള്ള മൊത്തം ഡാറ്റ വീട്ടിൽ ഫീഡർ ആയിരിക്കും. അതിന്ന് പിന്നെ നമുക്ക് വേണ്ടി ടോപ്പിക്സ് നമ്മൾ ട്രെയിൻ ചെയ്ത് അതിനനുസരിച്ച് അലൊക്കേറ്റ് ചെയ്ത്. ഇപ്പോൾ എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അലീമ ചോദിക്കുന്ന ചോദ്യവും ഞാൻ ചോദിക്കുന്ന ചോദ്യവും സെയിം ഒബ്ജക്റ്റിനെ കുറിച്ചാണെങ്കിൽ പോലും അതിനെന്താണ് മൾട്ടിപ്പിൾ രീതിയിലായിരിക്കും ചോദിക്കുക. സംഭവം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും വേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് എയും അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് എയിന് പകരം ചാറ്റ് ബോട്ട് മാത്രം ആക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ചോദ്യങ്ങൾ കറക്റ്റായി ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ ആ ഒരു ആൻസർ നമുക്ക് പിക്ക് ചെയ്ത് തരുള്ളൂ. അങ്ങനത്തെ ഒരു ചോദ്യത്തിൽ ചിലപ്പോൾ ഒരു സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ വാട്ട് എവർ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇതിൽ അവൈലബിൾ അല്ല എന്ന് കാണിക്കാം. എഐക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഇത് വെച്ച് ഫീൽഡ് ആയിരിക്കും. പക്ഷെ ഇത് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ഫോൺ എടുക്കാം. ഇപ്പൊ ഇവിടെ ഈ ഫോൺ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഫോൺ ഇപ്പോൾ ഇവിടെ ഒരു ഡോഗ് ആയിട്ടോ അല്ലെങ്കിൽ ഇതൊരു കാറായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അവിടെ ഒരു ഡോഗ് ഉണ്ടെങ്കിൽ നമ്മളിത് വരുമ്പോൾ ഇത് കുത്തും എന്നുള്ള ഒരു സിനാരിയോ ഇതിൽ ഓൾറെഡി ട്രെയിൻഡ് ആണെങ്കിൽ ഈ ഒരു കാറ് വേറൊരു ഭാഗത്ത് കൂടെ പോകുമ്പോഴും അല്ലെങ്കിൽ വേറെ സൈഡിൽ കൂടെ ആണെങ്കിലും ഇതിങ്ങനെ പോകുമ്പോൾ ഇതെന്താണ് സ്റ്റോപ്പ് ചെയ്യും. അതിൻ്റെ ഒരു അൽഗോരിതം വെച്ചിട്ട് പറയുകയാണെങ്കിൽ. നേരെ മറിച്ച് നമുക്കൊരു ട്രെയിൻഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു ചാറ്റ് ബോട്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇത് ഫീഡ് ചെയ്തിട്ട് എന്താ ഉള്ളൂ ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇവിടെ ഇതേ ഒരു സംഭവം വരികയാണെങ്കിൽ സെയിം ഒരു മാറ്റം ഇല്ലാതെ വരികയാണെങ്കിൽ ഇത് കുത്തിയരുത്. പക്ഷെ നേരെ മറിച്ച് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് തട്ടും ചെയ്യും, ഇതിന് കിട്ടൂല. നമുക്ക് ഏറ്റവും ഒരു ഇന്റലിജന്റ് ആയ ഒരു ട്യൂട്ടർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന രീതിയാണ് ആക്ച്വലി ഈ ഒരു ഇന്റഗ്രേഷൻ കൂടി നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. തീർച്ചയായിട്ടും അതാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഇതിന്റെ സിനാരിയോ ഞാൻ ജസ്റ്റ് 24/7 ഒരാള് ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടി അവൈലബിൾ ആവാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്.
പിന്നെ അതിൽ തന്നെ പല മോഡൽസുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു AI ടീച്ചർ ചാറ്റിംഗ് അല്ലാതെ വോയിസ് ഓവർ പോലെ, ഡയറക്റ്റ് ഇന്ററാക്ഷൻ. ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ മൊബൈൽ പിടിച്ചു, അതിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നിനെ കുറിച്ച് ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ടീച്ചർ, ഒരു AI ടീച്ചർ, ജെമിനിയൊക്കെ ഇപ്പൊ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ജെമിനിന്റെ ഒരു വേറെ കൈൻഡ് ഓഫ് മോഡൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫേസ്, ഒരു കാർട്ടൂണിക് ആയിട്ട് ഒരു ടീച്ചറിനെ കൊണ്ടുവരാം. ഇപ്പോൾ ലിയ AI ടീച്ചർ എന്നുള്ള രീതിയിൽ പല നെയിം ഇട്ട് നമുക്ക് അതിനെ വിളിക്കാം. അപ്പൊ ആ ടീച്ചറിനോട് നമുക്ക് ഡൗട്ട് ചോദിക്കുന്ന രീതിയിലേക്കൊന്നും മറ്റേ ഒരു ടെസ്റ്റ് മാറിയിട്ട് നമുക്കൊരു വോയിസ് ഇന്ററാക്ഷൻ കിട്ടുന്ന രീതിയിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ അത് ടൈപ്പ് ചെയ്തിട്ട് അത് എത്താന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോർഡിലേറെ ഒന്നുകൂടി ഇന്ററാക്ഷൻ കിട്ടുക ഈ ഒരു മെത്തേഡ്. അതെ. അപ്പൊ ആ ഒരു രീതിയിലേക്കും നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് ഹൈലി സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു മോഡലിലേക്ക് ചെയ്യാൻ പറ്റും. അതൊരു ആനിമേറ്റഡ് ക്യാരക്ടർ കൊണ്ടുവന്നിട്ട് അത് നമ്മൾ ഈ ബാക്ക് എൻഡിൽ വോയിസ് ഓവർ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരു സ്റ്റുഡൻസ് ഏത് ടൈമിലാണ്, ഓൺലൈൻ ആകുമ്പോൾ ഏത് ടൈമിലാണ് ഇവർ ക്ലാസ് കാണാൻ, ചിലപ്പോൾ റെക്കോർഡിംഗ് ക്ലാസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വന്ന ഡൗട്ട് ചിലപ്പോൾ ക്ലിയർ ചെയ്യാൻ ചിലപ്പോൾ നമ്മളെ ടീച്ചേഴ്സ് ഇവർ അവൈലബിൾ അല്ലാത്ത ടൈമാണ്, മിഡ് നൈറ്റ് ആണ്, വാട്ടവർ ഏത് ടൈമിലാണെന്നുണ്ടെങ്കിലും ഇതിനെ ട്രെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിനുള്ള മറുപടികൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു നല്ലൊരു ഫീച്ചേഴ്സ് നമുക്ക് ആ ഒരു രീതിയിലേക്കൊക്കെ ഇതിനെ ഒരു വെർട്ടിക്കൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വേറൊരു സംഭവം വെച്ചാൽ സ്റ്റുഡൻസിന്റെ ഒരു ഓവറോൾ ഒരു പെർഫോമൻസ് രീതിയിലേക്ക് നമുക്ക് AI ബേസ്ഡ് ഒക്കെ ആയിട്ട് അതിനുള്ള അനലിറ്റിക്സും ഡാറ്റ ബേസ് ചെയ്ത് ഇപ്പോൾ ഒരു കൂടുതൽ വാച്ച് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ എക്സാം മൊഡ്യൂൾസ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അവർ കൂടുതൽ ആൻസർ ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക് ഇപ്പൊ നമുക്ക് ഒരു സ്റ്റുഡൻസിന്റെ എടുക്കുമ്പോൾ നമുക്ക് ഒരാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലൊക്കെ ഒരു ഓവറോൾ ഒരു കാൽക്കുലേഷൻ വേണം നമുക്ക്. ഇപ്പൊ ഒരു ഇന്ന ചോദ്യം വരുമ്പോഴാണ് ഒരു 70% സ്റ്റുഡൻസിന് ഇവിടെ ബ്രേക്ക് ആവുന്നത്. അത് നമുക്ക് ഓരോന്നിൽ പോയി എടുത്ത് നോക്കുക എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കലി കുറച്ച് റിസ്ക് ആണ്. പക്ഷെ അപ്പോൾ നമുക്കൊരു ഓവറോൾ ഓക്കെ ഇന്ന വിഷയത്തെ കുറിച്ചുള്ള ചോദ്യത്തിലാണ് കുട്ടികൾക്ക് ഇന്ന പ്രശ്നം വന്നത്, അത് നമുക്ക് കിട്ടുമ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടി ക്ലാരിറ്റി ചെയ്യുന്ന രീതിയിലേക്കുള്ള ലൈവ് സെക്ഷൻസുകളും കാര്യങ്ങളും കൊടുത്ത് കറക്റ്റ് റിപ്പോർട്ട്സ് നമുക്ക് കിട്ടും. ഏത് പോയിന്റിലാണ് ആ കുട്ടി വീക്ക്, ഏത് ടോപ്പിക്കിലാണ് കുട്ടി കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത്, ആ ഒരു രീതിയിലൊക്കെ ഡെവലപ്മെന്റ് പോകാം. അതിന്റെ ബേസിൽ തന്നെ അവർക്കുള്ള എന്താ പറയാ AI ഇന്റഗ്രേറ്റഡ് ടൈം ടേബിൾ വരെ AI സെറ്റ് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡ് ഉണ്ട്. കാരണം ഏത് ടോപ്പിക്കാണോ അവർക്ക് വീക്ക് ആ ടോപ്പിക്കിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ടൈം ഏതവരെ ചൂസ് ചെയ്തിട്ട് ഒരു എക്സാംസ് കഴിഞ്ഞ് അത് ഇൻഡിവിജ്വലി. അതുപോലെ തന്നെ ബാക്ക് എൻഡിലത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഫ്രണ്ട് എൻഡിൽ നമുക്ക് ഈ അലിയും പറഞ്ഞ പോലെ തന്നെ ആ ഒരു രീതിയിലേക്കും സ്റ്റഡി ടൈം ടേബിൾ, സ്റ്റഡി ടൈം വരെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറെ വെർട്ടിക്കൽസ് അതിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഹെൽപ്പ് ലൈനിലൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. സൈക്കോളജിക്കൽ സപ്പോർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഹെൽപ്പ് ലൈനിൽ പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഈ ലോഗിൻ ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ വാട്ടവർ നമ്മുടെ ഹെൽപ്പ് ലൈൻ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മളെ FAQ ഒക്കെ തന്നെ ഈ AI ഇന്റഗ്രേഷൻ ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതെന്താ വെച്ചാൽ ഇപ്പം സ്റ്റാഫിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈം ലൈനിൽ ഇതൊരു ടൈമിന് ഇഷ്യൂ അല്ല എയിലേക്ക്. പക്ഷെ അതിന്റെ റിപ്ലൈ തരുന്നതിൽ ചിലപ്പോൾ മിസ്സിംഗ് ഉണ്ടെങ്കിൽ ഒരു ഹ്യൂമണിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്യാം. പക്ഷെ ഫസ്റ്റ് ഒരു ഇന്ററാക്ഷൻ മാക്സിമം ഡൗട്ട്സ് ഒക്കെ ചെറിയ ഡൗട്ട്സ് ആവും. ചിലപ്പോൾ ജസ്റ്റ് ഒരു AI കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് അവിടെ കഴിഞ്ഞാൽ അതെ നമുക്ക് അത്രയും സ്റ്റാഫിന്റെ എണ്ണത്തിലും പിന്നെ ടൈമിങ് കുറയ്ക്കാം. 9 to 5 ആയിരിക്കും ചിലപ്പോൾ നമ്മൾ സ്റ്റാഫ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ശേഷമുള്ള ഡൗട്ട്സുകൾ കൂടുതലാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ഓൺലൈനിൽ വരുമ്പോൾ ഇപ്പോൾ ചില ആൾക്കാർ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഇവര് ഈ ക്ലാസ്സിലേക്കുള്ള ജോയിനിങ് ഒക്കെ വരിക. ആ ടൈമിൽ റെക്കോർഡിംഗ് സെക്ഷൻസ് ഒക്കെയാണ് അവർ കാണുന്നുണ്ടെങ്കിൽ ആ ടൈമിലുള്ള ഡൗട്ട്സുകൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെങ്കിലൊക്കെ ഇങ്ങനത്തെ കുറെ മെത്തേഡ്സുകൾ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാനുള്ള മെത്തേഡ്സുകൾ. പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒറ്റയടിക്ക് തന്നെ ഇതെല്ലാ ഫീച്ചേഴ്സുകളും ഇംപ്ലിമെന്റ് ചെയ്തിട്ട് കഴിയുമ്പോൾ ആ ഒരു സിസ്റ്റത്തിനെ ഭയങ്കരമായിട്ട് ടഫ് ആയിരിക്കും. പക്ഷെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ ഫീച്ചേഴ്സുകൾ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക് പ്ലാൻ ആക്കുന്നതാണ് ഒരു ബിസിനസ്. ഇങ്ങനത്തെ ഒരു വെർട്ടിക്കൽസ് ഈ ലേണിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഏത് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ബീറ്റ വേർഷൻസ് ആദ്യം ലോഞ്ച് ചെയ്ത് അതിൻ്റെ ഒരു ഫീഡ്ബാക്കിനനുസരിച്ച് അടുത്ത ഒരു ഫസ്റ്റ് വേർഷൻ നടക്കുന്നു, സെക്കൻഡ്, തേർഡ്, അങ്ങനെ പോകുന്നതാണ് നല്ലത്. ഫീഡ്ബാക്ക് ബേസ്ഡ് ആയിട്ട് ഇപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിലേക്ക് അടിപൊളിയാക്കിയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ അപ്പൊ AI സംബന്ധിച്ചിടത്തോളം ഇത്രയാണ് ഈ ഇതിൽ വരുന്നത്. ഇതെല്ലാം തന്നെ AI ഡെവലപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതിലും കൂടുതൽ ഫീച്ചേഴ്സ് ഇനി കൊണ്ടുവരാം. ഓരോ മൊഡ്യൂളും കൊണ്ടുവരും. ഇപ്പോൾ എക്സാമിന്റെ മൊഡ്യൂൾ കൊണ്ടുവരാൻ പറ്റും. ആൻസേഴ്സ് ഒക്കെ ഓട്ടോമാറ്റിക് ചെക്ക് ചെയ്യുന്ന രീതി. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു ചാറ്റ് സിസ്റ്റം, അത് അതിലെ ഒരു ഓപ്ഷനാണ്. അതെ, കാരണം അപ്പോൾ ഒരു ചോദ്യത്തെ കുറിച്ച് നമുക്ക് കാണിച്ചു കൊടുത്താൽ ഈ ചോദ്യം കൊടുത്തു അല്ലെ അതിനെ കുറിച്ച് അത് വാലുവേറ്റ് ചെയ്തിട്ട് AI റിപ്ലൈ കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് ആ രീതിയിൽ ഫോട്ടോ എടുത്തിട്ടുള്ള രീതി അതൊക്കെ നമുക്ക് അതിൽ ഓപ്ഷനാണ്. എക്സാംസ് കണ്ടക്ട് ചെയ്ത് ഫോട്ടോ എടുത്ത് അതിൽ അപ്ലോഡ് ചെയ്തു
AI വെരിഫൈ ചെയ്യുന്നു, അതിന് ആൻസേഴ്സ് തന്നെ കൊടുക്കുന്നു. ആ രീതിയിലേക്കുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ പോലും ഡിറ്റക്ട് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്, ഓൾമോസ്റ്റ് അക്വയർ ചെയ്ത് വരുന്നുണ്ട് ഓൾറെഡി. തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ ഓൾമോസ്റ്റ് 100% ആണെന്ന് പറയാം. മലയാളത്തിൽ ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു പരിധി വരെ ഒരു 90% ഓക്കെയാണ്. ഒരു സം ടൈം ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റം. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇതിന്റെ അടിപൊളി വേർഷൻസുകൾ മാർക്കറ്റിലേക്ക് വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. നമുക്ക് ആ രീതിയിൽ തന്നെ ഇതിനെ സ്കെയിൽ ചെയ്തിട്ട് നമുക്ക് എന്താണ് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. തീർച്ചയായും ഈ ഒരു ടൈമിൽ ഇതിനെ കുറിച്ചൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു നമുക്ക് ഇന്നോവേഷൻസ് കൊണ്ടുവരാനൊക്കെ പറ്റും. നല്ല രീതിയിലേക്ക് നമ്മൾ ഒരു എഡ്യൂക്കേഷൻ രീതിയെ തന്നെ നല്ല രീതിയിൽ മാറ്റിയിട്ട് ഒരു യൂണീക്ക് ഐഡിയ വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് പ്രൊപ്പോസ് ചെയ്തിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. എല്ലാ ബിസിനസ്സും ഇപ്പൊ ട്രെൻഡിനൊപ്പം തന്നെയാണ്. അതെ, തീർച്ചയായും ഈ ഒരു ഇന്റഗ്രേഷൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലും കൂടെ വരിക എന്ന് പറഞ്ഞാൽ തന്നെ, കാരണം അതില്ലെങ്കിൽ ഇനി മുന്നോട്ട് ചിലപ്പോൾ പോകാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വരെ വരാം. തീർച്ചയായിട്ടും. കാരണം വേറെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ അത് ഉണ്ടാവുമ്പോൾ നമ്മളെ പ്ലാറ്റ്ഫോമിൽ ഇല്ലാതിരിക്കുമ്പോൾ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഫസ്റ്റ് ഫേസിൽ ഈ ചാറ്റിംഗ് ഓപ്ഷനെങ്കിലും മിനിമലായിട്ട് നമുക്ക് കൊണ്ടുവരാം ഫസ്റ്റ് ഫേസിൽ. എന്നാൽ തന്നെ അതിന് ഒരു ഏകദേശം ഒരു ഇതിലുള്ള ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന് കിട്ടാനുള്ള ഒരു ഇതുണ്ടാവും. മറ്റൊരു നമ്മൾ ചിലപ്പോൾ ആക്റ്റീവായി പഠിക്കാൻ ചില ടൈം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ടൈം ടേബിൾസ്, നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ള ടൈമിംഗ് ഒക്കെ ആ ടൈമിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് അവൈലബിൾ അല്ല ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ആ ടൈമിൽ 24 hours അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ബെറ്റർ ആക്കിയിട്ട് നമുക്ക് ചെയ്യാന്നുള്ളതാണ് ഇതിൽ ചെയ്യാനുണ്ടാവും. ഇത് തന്നെ മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാനുണ്ടാവും. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ?